ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സെനുദ്ദീൻ. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദി പ്രമേയത്തിന് അംഗീകാരം നൽകിയ ശേഷം രാജ്യസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. നന്ദി പ്രമേയ ചർച്ചകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യസഭയിൽ മറുപടി നൽകി. ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കായിരിക്കും മൂന്നാം NDA സർക്കാർ ഏറ്റവും പ്രാധാന്യം നൽകുകയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ക്ഷേമ പദ്ധതികളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുമെന്നും ഇന്ത്യയെ ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റുമെന്നും അദ്ദേഹം മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. പൊതുഗതാഗത മേഖലയിൽ വൻതോതിലുള്ള മാറ്റങ്ങൾ അടുത്ത 5 വർഷത്തിനിടെ നടപ്പാക്കും. ഭരണഘടന സംരക്ഷിക്കുമെന്ന വിശ്വാസത്തിന്റെ പേരിലാണ് മൂന്നാം തവണയും NDA സർക്കാരിനെ ജനങ്ങൾ അധികാരത്തിലെത്തിച്ചതെന്നും സർക്കാരിന് ദിശ പകരുന്ന ദീപസ്തംഭമാണ് ഭരണഘടനയെന്നും ശ്രീ മോദി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ പ്രസംഗം പുരോഗമിക്കുന്നതിനിടെ കോൺഗ്രസ്, DMK, തൃണമൂൽ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധവുമായി സഭയുടെ നടുത്തളത്തിലിറങ്ങിയ ശേഷം വാക്കൌട്ട് ചെയ്തു. വിദ്യാർത്ഥികളുടെ ഭാവിക്ക് ദോഷം വരുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് ഉറപ്പു നൽകി. രാജ്യസഭയിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തെ പരാമർശിച്ചാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. ഝാർഖണ്ഡിൽ സർക്കാർ രൂപീകരണത്തിന് അവകാശവാദമുന്നയിച്ച് ഝാർഖണ്ഡ് മുക്തി മോർച്ച നേതാവ് ഹേമന്ത് സോറൻ JMM, കോൺഗ്രസ്, RJD MLAമാരുടെ പിന്തുണ കത്തുമായി അദ്ദേഹം ഗവർണറെ കണ്ടു. ഹേമന്ത് സോറന് വഴിയൊരുക്കാനായി ചമ്പി സോറൻ നേരത്തെ മുഖ്യമന്ത്രി പദം രാജിവെച്ചിരുന്നു. 15ാം ധനകാര്യ കമ്മീഷൻ ശുപാർശ പ്രകാരം കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾക്ക് നൽകേണ്ട ഗ്രാന്റ് അനുവദിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന മാധ്യമ റിപ്പോർട്ടുകൾ തള്ളി കേന്ദ്ര സർക്കാർ. 2024 മാർച്ചിനകം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കാത്ത സംസ്ഥാനങ്ങൾക്ക് ഗ്രാന്റുകൾ അനുവദിക്കരുതെന്നാണ് 15ാം ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്യുന്നത്. സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ രൂപീകരണം സംബന്ധിച്ച വിവരങ്ങൾ കേരളം ഇതുവരെ കൈമാറിയില്ലെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. 2020 മുതൽ 27 വരെയുള്ള കാലയളവിലേക്കായി കേരളത്തിന് 5337 കോടി രൂപ ഗ്രാമപഞ്ചായത്ത് ഗ്രാന്റ് ഇനത്തിൽ അനുവദിച്ചിട്ടുണ്ട്. തിരുവല്ല നഗരസഭയിൽ അവധി ദിനമായ ഞായറാഴ്ച അധിക ജോലിക്കിടയിൽ റീൽ ചിത്രീകരിച്ചതിന്റെ പേരിൽ ജീവനക്കാർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കരുതെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി MP രാജേഷ് അറിയിച്ചു. അവശ്യഘട്ടങ്ങളിൽ സേവന സജ്ജരായി ഞായറാഴ്ചകളിലും ജോലിക്കെത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ അഭിനന്ദിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഞാറ്റുവേലകളെ അടിസ്ഥാനമാക്കിയുള്ള കൃഷി സമ്പ്രദായത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ജൂൺ 22 മുതൽ സംസ്ഥാനത്താകമാനം സംഘടിപ്പിക്കപ്പെട്ട ഞാറ്റുവേല ചന്തയും കർഷക സഭകളും പരിപാടിയുടെ സംസ്ഥാനതല സമാപനം നാളെ നടക്കും. തിരുവനന്തപുരം പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ വൈകിട്ട് 5 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന സമാപന സമ്മേളനം കൃഷിമന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. തിരുവാതിര ഞാറ്റുവേലയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കാർഷിക മേളയിലെ മികച്ച പ്രദർശന സ്റ്റാളുകൾക്കുള്ള അവാർഡ് വിതരണം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ നിർവഹിക്കും. ഏലം കർഷകരുടെ വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നതിന് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുമായി ചർച്ച നടത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനം. ഏലം കൃഷി നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ് ഉന്നതതല യോഗം ചേർന്നത്. വായ്പാ തിരിച്ചടവിന്റെ ഇടവേള വർദ്ധിപ്പിക്കാനും പലിശയിൽ ഇളവ് നൽകാനും ആവശ്യപ്പെടാൻ യോഗത്തിൽ ധാരണയായി. നടീൽ വസ്തുക്കളുടെ ക്ഷാമം പരിഹരിക്കാനും ജലലഭ്യത ഉറപ്പാക്കാനും നടപടികൾ സ്വീകരിക്കും. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 2024-25 അധ്യയന വർഷത്തിൽ ഇംഗ്ലീഷ് വിഷയത്തിൽ ആവശ്യമുള്ള അധിക HST ഇംഗ്ലീഷ് തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി. വയനാട് ജില്ലയിൽ UP വിഭാഗം ഇല്ലാതെ പ്രവർത്തിക്കുന്ന 3 സ്കൂളുകളിൽ 2024-25 വർഷത്തിൽ 5ാം ക്ലാസും തുടർ വർഷങ്ങളിൽ 6-7 ക്ലാസുകളും ആരംഭിക്കുന്നതിനും മന്ത്രിസഭ അംഗീകാരം നൽകി. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ 2 ദിവസത്തെ സന്ദർശനത്തിനായി ശനിയാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം വലിയമല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നടക്കുന്ന ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സ്വർണ്ണ മെഡലുകൾ ഉപരാഷ്ട്രപതി സമ്മാനിക്കും. ISRO അധ്യക്ഷൻ S. സോമനാഥ് പരിപാടിയിൽ സന്നിഹിതനാകും. തുടർന്ന് കൊല്ലത്തെത്തുന്ന ശ്രീ ധൻകർ വൈകിട്ട് അഷ്ടമുടി കായലിൽ ബോട്ട് സവാരി നടത്തും. ഞായറാഴ്ച ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങും. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ അഫിലിയേറ്റഡ് കോളേജുകളിൽ ഓണേഴ്സ് ബിരുദ കോഴ്സുകളിൽ പ്രവേശനത്തിന് പുതിയതായി ഓപ്ഷൻ നൽകി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സമയപരിധി നാളെ വൈകുന്നേരം 4 വരെ നീട്ടി. 1 മുതൽ 3 വരെ അലോട്ട്മെന്റുകളിൽ പ്രവേശനം ലഭിക്കാത്തവർക്കും അലോട്ട്മെന്റ് ലഭിച്ച ശേഷം കോളേജുകളിൽ ചേരാത്തവർക്കും ഇതുവരെ അപേക്ഷ നൽകിയിട്ടില്ലാത്തവർക്കും അപേക്ഷിക്കാം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.